ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ല രസമുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇതൊരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. റെസിപ്പി ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്ലിപ്സ് എടുത്താണ്. പക്ഷേ ഈ കേക്ക് ഫുൾ എനിക്ക് പണികളാണ് തന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ 4 മുട്ട എടുത്തിട്ട് 2 മുട്ട വെച്ച് ഓരോ കേക്ക് ബേസിനും ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട നിലത്ത് വീണ് പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി 3 മുട്ട വെച്ച് ഉണ്ടാക്കാം. അങ്ങനെ 3 മുട്ട ബട്ടറും പൗഡർ ഷുഗറും ബീറ്റ് ചെയ്ത് അതിലോട്ട് എഗ്ഗ് ഇട്ട് അതും ബീറ്റ് ചെയ്ത് വെച്ച് രണ്ടും സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഇതിനായിട്ട് വൈറ്റ് കേക്ക് മിക്സിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഡയറക്റ്റ്ലി ചേർത്തെടുത്ത് ഞാൻ അരിക്കാൻ മറന്നു വീഡിയോ എടുക്കുന്ന തിരക്കിൽ. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ കട്ട പോലെ ആയിട്ട് കിടക്കുകയാണ്. എന്താ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഉടയ്ക്കാൻ നോക്കിയിട്ടും പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര ഇൻഗ്രീഡിയൻസ് വേസ്റ്റ് ആവല്ലേ, എന്ത് ചെയ്യുന്ന വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്ത് നോക്കാം ഇപ്പം. അപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല, പക്ഷെ അരിച്ചെടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, സംഭവം സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തു. പിന്നെ ഞാനും എല്ലാവരെയും പോലെ കുറച്ച് കാലമായിട്ടുള്ള കേക്ക് ബേക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട്, ഒരു കൊറോണ ടൈമിൽ തന്നെ തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല കോൺഫിഡൻ്റ്ലി ഞാൻ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആട്ടോ സംഭവം. അപ്പോൾ ഞാൻ ആ മിക്സിലോട്ട് കുറച്ച് പാലും കൂടി വെച്ച് ലൂസാക്കിയിട്ട് ഫുഡ് കളർ ചേർക്കാൻ പോയി. അപ്പോൾ അതാണ് അവസ്ഥ. ഫുഡ് കളർ 2022 അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തപ്പി എടുത്തുകൊണ്ടുവന്ന ഫുഡ് കളറാണ്. കുറേ ആയിട്ട് യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഞാനതപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ ചോക്ലേറ്റ് കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ് ഞാൻ ബാക്കി വെച്ച ആ എഗ് മിക്സിലോട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ റെഡ് വെൽവെറ്റിന് വേണ്ടി മാറ്റി വെച്ച കേക്കില്ലേ, മിക്സില്ലേ, അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ കേക്ക്സ് എല്ലാം അൺപ്രഡിക്റ്റബിളാണ്. അതായത് ചിലത് നന്നായിട്ട് വരും, ചിലത് കൊളാവും. ഇപ്പോഴും എനിക്കൊരു പെർഫെക്ഷൻ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു തലവേദന ഉണ്ടാവും ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ കേക്ക്സാണ് കേട്ടോ. കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോസ് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. എന്നിട്ട് നമ്മുടെ കേക്കിന് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓവനിലൊന്നല്ല, ജസ്റ്റ് ഒരു തവയിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പാത്രം നമ്മുടെ തവേൻ്റെ മുകളിൽ വെച്ച് കുക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ കേക്ക് ടിൻസ് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കേക്ക് മിക്സ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന കേക്ക് സ്വന്തം ആയിട്ട് കണ്ണളവ് കൊണ്ട് മെഷർമെൻറ്റ്സ് എടുത്ത് ഉണ്ടാക്കിയ കേക്കാണ്. അത് നല്ല ഭീകര ഫ്ലോപ്പായിരുന്നു. ചോക്ലേറ്റ് കേക്കായിരുന്നു. കുറേ മൈദ വാരിയിട്ട് കുറേ ബേക്കിംഗ് പൗഡർ ഇട്ടു. അപ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു അത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും ഒരു തൃപ്തി വരുന്നത് ഇതുപോലെ കേക്ക് മിക്സ് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പേടിക്കൊന്നും വേണ്ട, എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കറക്റ്റായിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ കേക്ക് മാത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുള്ള പ്ലാനിൽ തന്നെ നിന്നത്. പക്ഷെ ഞാൻ കുറേ ദിവസമായിട്ട് ബ്രോക്കലി, കോളിഫ്ലവറൊക്കെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഉമ്മ പറഞ്ഞ് ഇന്ന് അതൊന്നും എടുത്ത് ഉപയോഗിക്കുക, അതിനിപ്പോൾ കേടായിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഒരു പ്ലാനും ഇല്ല, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തീരുമാനിച്ചാൽ ഓക്കെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, മാഷ്ഡ് പൊട്ടാറ്റോസ്, സോട്ടഡ് വെജീസ് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചിക്കൻ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി ഉമ്മ പൊരിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്ക് ചെയ്തു. ഇങ്ങനെ കുറേ പണികൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഈ ടൈം ആകുമ്പോൾ തന്നെ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ ഞാൻ തീർക്കുന്നത്. പിന്നെ ചിക്കൻ നമ്മുടെ ഫ്രൈഡ് റൈസിനും സോട്ടഡ് വെജീസിനോട് ഇടാനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഗോബി മഞ്ചൂരിയൻ എല്ലാം കൂടി നടക്കില്ല, കാരണം എനിക്ക് കേക്കും കൂടി ബേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഗോബി മഞ്ചൂരിയൻ മാറ്റി വെക്കാം, ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം, പിന്നെ ഉണ്ടാക്കാം, ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇനി നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. ഫുഡൊക്കെ കഴിച്ചൊരു 10:30 മണിയായപ്പോഴാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ അത് ആ കേക്ക് മുറിച്ചെടുക്കുന്നതാണ്. എനിക്ക്
എപ്പോഴും മുറിച്ചെടുക്കുന്നത് നല്ല ടെൻഷനുള്ള കാര്യമാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഹൈറ്റ് കൂടിയും കുറഞ്ഞുമ്പം. പിന്നെ ചോക്ലേറ്റ് കേക്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു ഫില്ലിംഗ് ആണിത്. പാലിലോട്ട് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടി ചേർക്കുക. പിന്നെ കോൺഫ്ലവർ പാലും കൂടി മിക്സ് ആക്കിയത്, പഞ്ചസാര ഇത്രയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിങ്. നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് കേക്കിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതാ നമുക്ക് കേക്ക് അങ്ങോട്ട് ഇതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചു. ചോക്ലേറ്റ് ഷുഗർ സിറപ്പ്, അതായത് കൊക്കോ പൗഡർ ഷുഗർ സിറപ്പിൻ്റെ കൂടെ ഇട്ടതാണ്. അത് ഇടയിലിട്ട് നല്ലോണം വെച്ച് ചെയ്ത് കൊടുത്തു. ഫില്ലിങ് വെച്ച് കൊടുത്തു, ക്രീം തേച്ച് കൊടുത്തു. അങ്ങനെ ഇതിൽ കാണുമ്പോൾ പെട്ടെന്ന് തീരുന്നുണ്ട്. പക്ഷെ നല്ല ടെൻഷനായിട്ടാണ്. കാരണം എനിക്ക് ഓൾറെഡി നല്ല ടയേർഡായിരുന്നു ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടയേർഡായതുകൊണ്ട് അത്ര പെർഫെക്ഷനൊന്നും ഞാൻ നിന്നില്ല. എങ്ങനെയെങ്കിലും വേഗം ചെയ്ത് തീർത്താൽ മതിയെന്നായിരുന്നു. അപ്പോൾ ഞാൻ പച്ചന പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്ത് ഞാൻ നേക്കഡ് കേക്ക് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അതാണ് ഞാൻ ക്രീം കുറച്ചെടുത്തത്. പിന്നെ എനിക്ക് തോന്നി നേക്കഡ് കേക്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് വർക്കാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ബ്ലൂ കളർ ക്രീമിനോട് ചേർത്തിട്ട് ഇതുപോലെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈൻ വെച്ച് പൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് എൻ്റെ ഒരു ട്രയൽ ഡിസൈനാണ്. അപ്പോൾ അത് ഒന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ സ്ഥിരം അടിയിൽ ഇത് എൻ്റെ സ്ഥിരം ഡിസൈനായിട്ട്. അപ്പം അതും ചെയ്ത് അങ്ങോട്ട് സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. പിന്നെ ഇതെന്ത് ഒക്കേഷനാണെന്ന് വെച്ചാൽ വാപ്പാടും ഉമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമ്മളെ കുറേ പണിപ്പെടുത്തിയ കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായി, പക്ഷേ പറ്റിയില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.